അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് പരിപാവനമായ ജമാദുൽ ആഖിർ മാസത്തിൻ്റെ 13ാമത്തെ രാവാണ്. നാളെ 13ാമത്തെ പകലാണ്. മാത്രമല്ല ഇന്ന് ജമാദുൽ ആഖിർ മാസത്തിൻ്റെ 2ാമത്തെ തിങ്കളാഴ്ച രാവാണ്. നാളെ തിങ്കളാഴ്ച പകലാണ്. അപ്പോൾ നാളെ തിങ്കളാഴ്ച ദിവസം, അപ്പോൾ നാളെ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് പിടിക്കാൻ ആരെങ്കിലുമൊക്കെ അൽഹംദുലില്ലാ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 2 നിയത്ത് വെക്കാം. ഒന്ന്, തിങ്കളാഴ്ച ദിനത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. 2, റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഞാൻ ഇതിൻ്റെ കൂടെ ഖളാ വീട്ടുന്നു. അപ്പോൾ ഈ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പിൻ്റെ ഖളാ നമ്മൾ വെക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി തന്നെ, ഈ സമയത്ത് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നാളത്തെ നോമ്പിൻ്റെ നിയത്ത് വെക്കലാണ് ഖൈർ. അപ്പോൾ ആ നിയത്ത് വെക്കാൻ മറന്നു പോവണ്ട. പിന്നെ ഇനി അഥവാ നിയത്ത് മറന്നുപോയി, ഒരാൾ നിയത്ത് വെക്കാൻ മറന്നുപോയി എങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുന്നെയാണ് ഓർക്കുന്നത്, പിന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ആ സമയത്ത് നിയത്ത് വെച്ചാൽ മതി. തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു നിയത്ത് വെച്ചാൽ ആ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പോൾ അൽഹംദുലില്ലാ, ഏതായാലും അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ ജമാദുൽ ആഖിർ മാസത്തിൻ്റെ ഏകദേശം പകുതിയോട് അടുക്കെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ജമാദുൽ ആഖിർ മാസം കഴിഞ്ഞാൽ പിന്നെ പുണ്യമായ റജബ് വരികയാണ്, പിന്നെ ശഅബാൻ വരികയാണ്, പിന്നെ പുണ്യ റമളാൻ വരികയാണ്. റബ്ബേ, ഞങ്ങളെല്ലാവരെയും റമളാനിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് കിട്ടിയ ഹാജിമാരുണ്ട്, അതുപോലെ ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, ഇപ്പം നിലവിൽ ഹറമിൽ നിൽക്കുന്നവരുണ്ട്, ഉംറക്ക് പോകാൻ ഡേറ്റ് കിട്ടിയവരുണ്ട്. എല്ലാവരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാവട്ടെ. ദുആക്ക് ഇജാബത്തുള്ള വലിയൊരു രാവാണ് ഈ തിങ്കളാഴ്ച രാവെന്ന് പറഞ്ഞാൽ. അതുപോലെ വെള്ളിയാഴ്ച രാവിലെ മഹത്വം നമ്മൾ കൽപ്പിക്കുന്നുണ്ട്, അതിനേക്കാൾ കൂടുതൽ മഹത്വം കൽപ്പിക്കേണ്ട ഒരു സമയമാണ് തിങ്കളാഴ്ച രാവ്. അൽഹംദുലില്ലാ, ഈ സമയത്ത് എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടാൻ നമുക്കൊരുപാട് ദുആരക്കണം. അതിനു മുമ്പ്, ആ ദുആക്ക് മുമ്പ് കുറച്ച് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ദിക്ർ ഔറാദുകൾ നമുക്ക് പറയാം. അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു സ്വലാത്ത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് തുടങ്ങുകയാണ്. സ്വലാത്തുകൾ അല്ലേ, ഒരുപാട് നമ്മൾ ചൊല്ലാറുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്തിൻ്റെ നേട്ടം അത് വേറെ തന്നെയാണ്. ഒരു വ്യത്യസ്തമായ വെറൈറ്റി ആയ ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്. ഇബ്രാഹിമിയ സ്വലാത്ത് പല രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന പല മദ്രസ കിതാബുകളിലും പല രൂപത്തിലും വന്നിട്ടുണ്ടാകും. ചിലപ്പോൾ ഈ സയ്യിദിന എന്ന് ചേർത്തിട്ട് സയ്യിദിന ഇബ്രാഹിമ വഅല ആലി സയ്യിദിന ഇബ്രാഹിമ അങ്ങനെ സയ്യിദിന എന്ന് ചേർത്തിട്ട് ചില കിതാബുകളിൽ കാണാം. അതല്ലാതെ സയ്യിദിന എന്ന് ചേർക്കാതെ കാണാം. അപ്പോൾ ഏത് തരത്തിൽ നമ്മൾ ഓതിയാലും കുഴപ്പമില്ല. ഞാനൊക്കെ മദ്രസയിൽ പഠിച്ച രൂപത്തിൽ ആണ് ഞാൻ സാധാരണ നിസ്കാരത്തിലും അതുപോലെ തന്നെ ദിക്റിൻ്റെ മജ്ലിസിലൊക്കെ ഈ ഇബ്രാഹിമിയ സ്വലാത്ത് പറയാറുള്ളത്. നമുക്കതൊന്ന് പറഞ്ഞാലോ? നിങ്ങൾക്ക് ഏത് രൂപത്തിൽ പറഞ്ഞാലും പ്രതിഫലമാണ്. നമ്മളിപ്പോൾ പറയുന്നത് നമ്മളിപ്പോൾ മദ്രസയിൽ പഠിച്ച ആ രൂപത്തിലാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد
وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد അള്ളാഹുവിന്റെ 99 പേര് അല്ലെ അസ്മാഉൽ ഹുസ്ന. ഒരുപാട് നേട്ടങ്ങളുണ്ടല്ലോ ഓരോ ഇസ്മിനും. വ്യത്യസ്തമായ ഗുണങ്ങളാണ്, നേട്ടങ്ങളാണ് ഓരോ ഇസ്മുകൾക്കും ഉള്ളത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരുപാട് ഉമ്മമാരും ഒപ്പമാരും സ്ഥിരമായി ഓതുന്ന ചില ഇസ്മുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ഇസ്മുകളാണ്. ഒന്ന് യാ ലത്തീഫു യാ അല്ലാഹ്, 2 യാ ഫത്താഹു യാ അല്ലാഹ്. അത് രണ്ടും ചേർത്ത് നമുക്കൊന്ന് പറഞ്ഞാലോ. ദുആക്ക് ഇജാബത്ത് കിട്ടാൻ വളരെ എളുപ്പമാണ് ഈ 2 ഇസ്മുകൾ പറഞ്ഞു. യാ ലത്തീഫു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, 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 യാ ലത്തീഫു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്. ഒരുപാട് പേര് രോഗങ്ങളാണ് ഉസ്താദെ, സങ്കടമാണ്, പ്രയാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഏത് തരത്തിലുള്ള രോഗം, അത് മാനസികമാവട്ടെ ശാരീരികമാവട്ടെ ചെറുതാവട്ടെ വലുതാവട്ടെ, എല്ലാ രോഗങ്ങളും മാറാൻ നമുക്ക് അള്ളാഹുവിനോട് ദുആരക്കാം. നമ്മുടെ രോഗങ്ങൾ മാത്രം മാറിയാൽ പോരല്ലോ, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, അവരുടെയൊക്കെ രോഗങ്ങൾ മാറണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും പറഞ്ഞോട്ടോ. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആഇ അശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആഇ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആഇ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ
وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈമാൻ പല രൂപത്തിൽ നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട്. ഈമാൻ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. പല ഹറാമുകളും മോശത്തരങ്ങളൊക്കെ ചെയ്തു പോകും, കണ്ടുപോകും. അപ്പോൾ നമ്മുടെ ഈമാൻ പാറ പോലെ ഉറക്കാനും എല്ലാവിധത്തുള്ള തെറ്റുകളിൽ നിന്ന് ഒഴിവായി കിട്ടാനും നമുക്ക് ഹദീസിൽ വന്ന ഒരു ദിക്ർ നമുക്ക് പറഞ്ഞ ഒരു ദുആയാണ്, അതൊരു ദിക്റാണ്. ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താം? നമുക്കൊന്ന് പറഞ്ഞാലോ? പറഞ്ഞോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശിഖാഖി വന്നിഫാഖി വസൂഇൽ അഖ്ലാഖ്. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. പറഞ്ഞോ. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم
ഇന്നി അഊദു ബിക മിനശ് ശിഖാഖി വന്നിഫാഖി വസൂഇൽ അഖ്ലാഖ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശിഖാഖി വന്നിഫാഖി വസൂഇൽ അഖ്ലാഖ്. അല്ലാഹുവിന്റെ ബറക്കത്ത് ജീവിതത്തിൽ വേണം. നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറി, സങ്കടങ്ങളൊക്കെ മാറി, ദുരിതങ്ങളും പ്രയാസ പ്രതിസന്ധികളും രോഗങ്ങളൊക്കെ ശിഫയായി എല്ലാവിധ റാഹത്തും ഉണ്ടാവണം. അതിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാൻ പറ്റിയ, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നേടിയെടുക്കാൻ പറ്റിയ ഒരു ദിക്റാണ് നമ്മൾ പറയുന്നത്. ബിസ്മില്ലാഹി വഅലാ ബർക്കത്തില്ലാഹ്, 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 ബിസ്മില്ലാഹി വഅലാ ബർക്കത്തില്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞിട്ടുണ്ട്, ആയിഷ, നീ ഉറങ്ങുന്നതിന് മുമ്പ് ലോകത്തുള്ള കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും ജീവിച്ചിരിക്കുന്നതുമായ മുഴുവൻ മുസ്ലിമീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയൊക്കെ പൊരുത്തം വാങ്ങിച്ചിട്ടേ ഉറങ്ങാവൂ. അപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് നബിയെ പൊരുത്തം ചോദിക്കുക എല്ലാവരോടും? അപ്പോൾ പറഞ്ഞു, ഒരു ദുആ പറഞ്ഞാൽ മതി, ആ ദുആ കൊണ്ട് എല്ലാവരുടെയും പൊരുത്തം കിട്ടുമെന്നാണ്. നമുക്ക് ആ ദുആ ഒന്ന് പറഞ്ഞാലോ? പറഞ്ഞോ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന والمؤمنات والمسلمين والمسلمات، اللهم اغفر للمؤمنين 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 والمؤمنات والمسلمين والمسلمات،
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات 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 മീസാൻ എന്ന തുലാസിൽ നമ്മുടെ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങണോ, അള്ളാഹുവിനെ നമ്മളോട് ഇഷ്ടമുണ്ടാവണോ എങ്കിൽ പറഞ്ഞോ, എല്ലാ സമയത്തും പറഞ്ഞോ. ഏത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹ് وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله. ഒരു ദിക്ർ, ഈ ദിക്ർ പറഞ്ഞാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ഒരാൾ 100 വട്ടം ഒരു ദിവസം ഈ പരിശുദ്ധമായ ദിക്ർ പറഞ്ഞാൽ അവനിക്ക് അള്ളാഹു കൊടുക്കുന്നത് എന്തെന്നറിയോ? പ്രതിഫലം 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ്. അതുപോലെ തന്നെ 100 നന്മകൾ, 100 തിന്മകൾ മായ്ക്കപ്പെടുന്നു, 100 നന്മകൾ എഴുതപ്പെടുന്നു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ്. കടലിൻ്റെ നിറയോളം തെറ്റുകൾ ചെയ്താലും അള്ളാഹു പുറത്തു തരും. അങ്ങനെ ഒരുപാട് ഓഫറുള്ള ഒരു ദിക്റുണ്ട്. നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ ചോദിക്കും, ഉസ്താദേ യുഹ്യീ വയുമീതു എന്നവിടെ ഇല്ലേ എന്നും. അവിടെ 2 ഹദീസിലും 2 രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഈ ഹദീസിൽ വന്നിട്ടുള്ളത് ഇങ്ങനെ, യുഹ്യീ വയുമീതു എന്ന് ഇല്ല. നമ്മൾ ഈ മഗ്രിബ് നമസ്കാരത്തിനും സുബഹി നമസ്കാരത്തിനും ശേഷവും 10 പ്രാവശ്യം ഈ ദിക്ർ പറയണം, പ്രത്യേകം സുന്നത്താണ്. ആ ദിക്ർ അവിടെ പറയുമ്പോൾ യുഹ്യീ വയുമീതു എന്ന് നമ്മൾ ചേർക്കണം. ഇവിടെ ഈ ഹദീസിലുള്ളത് യുഹ്യീ വയുമീതു എന്ന് ഇല്ല. നമുക്ക് സാധാരണ ആ രൂപത്തിൽ പറയാം. പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സ്വർഗത്തിന്റെ പാതയിലാവണം നമ്മളെല്ലാവരും, നേരായ മാർഗത്തിലാവണം. ഹറാമായ മോശപ്പെട്ട വഴിയിലേക്ക് പോകാൻ പാടില്ല. ഈമാൻ ഉറക്കണം. അതുപോലെ നമ്മുടെ സ്വഭാവം നന്നാവണം. നമുക്ക് തഖ്വയുണ്ടാവണം. അതിന് മഹത്തുക്കൾ പഠിപ്പിച്ച ഒരുപാട് ദിക്റുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ദിക്ർ, ഒരു ദുആ, ഒരു ദിക്റായിട്ടും ദുആയായിട്ടും നമുക്ക് പെടുത്താം. പറഞ്ഞോ എല്ലാവരും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ والعفاف والغنى. اللهم إني أسألك الهدى والتقى 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 والعفاف والغنى. اللهم
അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്റാണല്ലോ അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ അത് ഏത് ദിക്റിൻ്റെ മജ്ലിസ് എവിടെ നടത്തിയാലും അത് ഒഴിവാക്കിയിട്ടുള്ള ഒരു മജ്ലിസ് ഇല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് ചൊല്ലി അതിൻ്റെ നേട്ടം നമുക്ക് നേടണം. അല്ലാഹു തആല ആ ദിക്ർ ചൊല്ലുമ്പോൾ എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ട് അത് മുഴുവനും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരും ചൊല്ലിക്കോ കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ റൗദാ ഷരീഫിൽ ചെല്ലുമ്പോൾ മുത്തുനബി നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ പറയുന്ന ഒരു സ്വലാത്തുണ്ട്, റൗദയിൽ പറയുന്ന ഒരു സ്വലാത്തുണ്ട്. അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ് ആ സ്വലാത്ത് പറയുമ്പോൾ. ഫീൽ ഉണ്ടാവണമെന്നാണ്. അത് റൗദ സിയാറത്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഓരോ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാൽ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നത് കാണാം അല്ലേ? എത്രയോ നാളുകളായി മുത്തുനബിയെ കാണാനും ഈ റൗദ സിയാറത്ത് ചെയ്യാനും ആഗ്രഹിച്ച് ദുആ ചെയ്ത് അവസാനം അവിടെ എത്തിയിട്ട് ആ സലാം പറയുന്ന സമയത്ത് നമ്മുടെ സലാം മുത്ത് റസൂൽ ഇങ്ങനെ മടക്കുന്നു എന്ന് നമ്മൾ അറിയുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ്. നമുക്ക് ആ സ്വലാത്ത് എന്ന് പറഞ്ഞാലോ? എല്ലാവരും നബിതങ്ങൾക്കുള്ള സ്വലാത്തും സലാമും നമ്മൾ പറയുന്ന ആ പുണ്യമായ ഒരു വചനം പറഞ്ഞോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. 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 അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുപാട് ദിക്ർ പറഞ്ഞിട്ടുണ്ട്, സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിൻ്റെ ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രതിഫലം അല്ലാഹു നമുക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എല്ലാം ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ച് ഫാത്തിഹയോ സൂറത്ത് ഓദിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മുടെ ദുആയിനെയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഒരുപാട് പേര് നമ്മൾ ഇന്നത്തെ മജ്‌ലിസിൽ ദുആരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിൽ ദുആ ചെയ്യുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദുആ പരിപൂർണ്ണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. أرحم الراحمين يا രാജാതി രാജനായ റഹ്മാനെ, കരുണയുള്ള അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ തെറ്റുകളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഒരുമിച്ച് കൂടൽ ഖബൂൽ ചെയ്യണേ അല്ലാ. ചെയ്തു പോയ അബദ്ധത്തിന്റെ പേരിൽ, പാപങ്ങളുടെ പേരിൽ ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ പൊന്നു മാതാപിതാക്കൾ പലരും ഖബറിലാണ്. ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ മരുമക്കള്, പേരക്കുട്ടികൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര് ആരെല്ലാം ആരുടെ മണ്ണിലുണ്ടോ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നാളെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ സന്തോഷത്തോടെ ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ ഞങ്ങളെല്ലാവരും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ്, അബദ്ധങ്ങൾ പറ്റിയവരാണ്. റഹ്മാനെ, നിന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട്, മർഹമത്ത് കൊണ്ട് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഒന്നും നീ ആഖിറത്തിലേക്ക് മാറ്റിവെക്കല്ലേ അല്ലാ. ഒന്നും നീ വിചാരണ ദിവസത്തിലേക്ക് മാറ്റിവെക്കല്ലേ അല്ലാ. കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പ് തരണേ അല്ലാ. പടച്ചവനെ, റഹ്മാനെ, ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഇരിക്കുന്ന ഉമ്മമാര്, ഉപ്പമാര്, ഒരുപാട് പേര് ഒരുപാട് സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരാണ്, ഒരുപാട് സുന്നത്ത് നിസ്കരിക്കുന്നവരാണ്, വിശുദ്ധമായ ഖുർആൻ ഖത്മോൽ തീർക്കുന്നവരാണ്. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ഖൈറും റാഹത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സലാമത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ ആ ഇടപാടുകളിലും അതുപോലെ തന്നെ അവരുടെ പോക്കിലും അവിടെ ചെന്നുള്ള ജോലിയിലൊക്കെ നീ വലിയ സലാമത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഓരോ മജ്‌ലിസിന്റെ താഴെയും ഒരുപാട് പ്രവാസികളായ ആളുകൾ ദുആരക്കാൻ പറയാറുണ്ട്. എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും നീ എല്ലാവിധ ബറക്കത്തും കൊടുക്കണേ അല്ലാ. അവരുടെ കച്ചവടത്തിലും അവരുടെ തൊഴിലിലും നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞു, ശമ്പളം കെട്ടിക്കിടക്കുകയാണ് ഉസ്താദേ എന്ന് പറഞ്ഞവരുണ്ട്. റഹ്മാനെ, അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ പലരും കടത്തിലാണ്, കടങ്ങൾ കൊണ്ട് കടത്തിന്റെ മേൽ കടത്തിലാണ്, പ്രയാസപ്പെടുകയാണ്. എങ്ങനെ ഈ കടങ്ങളൊക്കെ വീട്ടുമെന്നറിയില്ല. മരിക്കുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടി സലാമത്താവാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഹലാലായ സമ്പത്ത് തരണേ അല്ലാ. ഹറാമായ മോശപ്പെട്ട സമ്പത്തിനെ തൊട്ട്, സമ്പാദ്യത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് ആളുകൾ രോഗത്തിലാണ്, പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അതുപോലെ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ശരീരത്തിന്റെ ഉള്ളിലും പുറത്തുമൊക്കെ ഒരുപാട് പ്രതിസന്ധി അനുഭവിക്കുന്നവർ, ഒരുപാട് മുഅ്മിനീങ്ങൾ വലിയ കഷ്ടത്തിലാണ്. നീ എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങൾ കഴിക്കുന്ന മരുന്ന്, അതിലൊക്കെ നീ ശിഫാ തരണേ അല്ലാ. ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ കിടക്കുന്നവരുണ്ട്, അതുപോലെ ഒരുപാട് സഹോദരിമാരെ ഗർഭിണികളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേര് പ്രസവ സംബന്ധമായി അടുത്തിരിക്കുകയാണ്, ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ നിഅമത്ത് തരണേ അല്ലാ. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് പ്രയാസ
പ്രയാസപ്പെടുന്ന സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും നീ എല്ലാവിധ ഫതഹിന്റെ വിജയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഈ ദുനിയാവിലിട്ട് നരകിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, സങ്കടപ്പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. പടച്ചവനെ, മക്കൾ കാരണം വിഷമിക്കുന്ന മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ. മക്കൾ കാരണം സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളിൽ പലരും പഠിക്കുന്നവരാണ്. 10ാം ക്ലാസ്, +1, +2 അതുപോലെ ഒരുപാട് ഡിഗ്രി കോഴ്സുകളൊക്കെ. എല്ലാവർക്കും എക്സാമുകളിൽ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ ഭാവി കണ്ടിട്ട് സന്തോഷിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അപകട മരണങ്ങൾ, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ തരല്ലേ അല്ലാ. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. അഭിമാനം തരണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പള്ളികൾ, നിന്റെ മദ്രസകൾ നീ തന്നെ കാക്കണേ അല്ലാ. ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുവേ പടച്ചവനെ, ആരൊക്കെ ഞങ്ങളോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു ദുആ വസിയത്ത് നടത്തിയോ എല്ലാവരുടെയും കാര്യത്തിൽ നീ ഖൈർ പ്രദാനിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മജ്ലിസ് അവസാനിക്കുകയാണ്. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക, ദിക്റുകൾ പറയുക, സ്വലാത്തുകൾ പറയുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നമ്മൾ പങ്കെടുത്ത മജ്ലിസിന്റെ അർഹമായ പ്രതിഫലം നമുക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും നൽകുമാറാവട്ടെ. നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.